പൂജ്യരായ സന്യാസി ശ്രേഷ്ഠന്മാർ, ബഹുമാന്യനായ MLA, സഹപ്രവർത്തകരായ മാധ്യമപ്രവർത്തകർ, സദസ്സിലും വേദിയിലുമുള്ള മറ്റ് പ്രമുഖ വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ മുൻപ് പ്രസംഗിച്ചവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വേദിയിൽ ഒന്ന് നിൽക്കാൻ സാധിക്കുക എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും അഭിമാനത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു അന്തസ്സും അഭിമാനവും ഒക്കെ ഉയർത്തുന്ന ഒരു സംഭവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ് ഇവിടെ വരാനുള്ള ഒരു സന്തോഷം. ഞാനിവിടെ 4ാമത്തെ തവണയാണ് ശിവഗിരിയിലെ ഇങ്ങനെ ഒരു തീർത്ഥാടക വേദിയിൽ ഒരു പ്രഭാഷകനായിട്ട് എത്തുന്നത്. അത് എന്നെപ്പോലെ ഒരാൾക്ക് കിട്ടിയ വലിയൊരവസരമായിട്ടാണ് കാണുന്നത്. ഞാൻ കോട്ടയം സ്വദേശിയാണ്. 2.5 പതിറ്റാണ്ടായിട്ട് തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. പക്ഷേ 4.5 പതിറ്റാണ്ട് മുമ്പ് ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് എത്തുന്നത് ശിവഗിരിയിലാണ്. ശിവഗിരി എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ, വീടിൻ്റെ മുറ്റത്തെന്ന് പറയാം, അവിടെ SNDPയുടെ ഒരു ശാഖയുണ്ട്. അവിടുത്തെ ശ്രീനാരായണ ആർട്സ് ക്ലബ്ബ് എന്നൊരു ക്ലബിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് ഞാൻ ഒരു പൊതു പ്രവർത്തകനായി, അല്ലെങ്കിൽ ഒരു സംഘടനാ പ്രവർത്തനമായിട്ട് രൂപപ്പെട്ടത്. 10-20 വർഷം ആ ഒരു ക്ലബിൻ്റെ ഭാരവാഹിയായിരുന്നു. ആ ക്ലബ്ബ് എല്ലാ വർഷവും ശിവഗിരിയിലേക്ക് തീർത്ഥാടന യാത്ര നടത്തും. ഞാനന്നേരം ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് തീർത്ഥാടനത്തിൽ പങ്കെടുത്തത്. തുടർച്ചയായിട്ട് മുടങ്ങാതെ തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ അവിടെ നിന്നുള്ള ബസ്സിൽ കയറി വന്നുകൊണ്ടിരുന്ന ആളാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ ശിവഗിരിയിൽ വരാൻ, ഇവിടെ പത്രപ്രവർത്തകരായിട്ട് വന്നപ്പം ശിവഗിരിയിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം കിട്ടി. ഇവിടുത്തെ സംഭവബഹുലമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞാൻ സ്ഥിരം ഇവിടെ താമസിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഇവിടെ രാജേഷ് സൂചിപ്പിച്ചതുപോലെ പോപ്പ് റോമിൽ ശിവഗിരിയുടെ സമ്മേളനം നടക്കുമ്പോൾ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ഏക മാധ്യമപ്രവർത്തകനായിട്ട് ശിവഗിരി സന്യാസി സംഘത്തോടൊപ്പം അവിടെ പോകാനുള്ള അവസരവും പോപ്പിനെ ദർശിക്കാനും അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കാനുള്ള അസുലഭമായ നിമിഷമൊക്കെ എനിക്ക് കിട്ടി. അതൊക്കെ എന്തോ ഒരു ഗുരുത്വമോ എന്തോ ഒരു കാരുണ്യമൊക്കെയാണെന്ന് കരുതുന്ന ആളാണ് ഞാനിപ്പം. ഇവിടെ മാധ്യമ സെമിനാറിൽ എന്നെക്കാളും നല്ലപോലെ പ്രസംഗിക്കുന്ന ഷാജനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു പ്രഭാഷകനൊന്നും അല്ല. ഇവിടെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം ഞാനൊരു പ്രഭാഷകൻ എന്ന് പറഞ്ഞു. ശരിക്കും ഞാനൊരു പ്രഭാഷകനല്ല, ഞാൻ എഴുതും, പിന്നെ സംഘാടകൻ എന്ന രീതിയിൽ പരിപാടികളൊക്കെ സംഘടിപ്പിക്കും. ഇവിടെ പക്ഷേ നമുക്കറിയാം കേരളത്തിന് ഒരു വലിയ മാധ്യമ പാരമ്പര്യമുണ്ട്. അത് ആർക്കും എന്തൊക്കെ പറഞ്ഞാലും അവഗണിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതിനിപ്പം പറഞ്ഞ പോലെ കേസരി ബാലകൃഷ്ണപിള്ളയായാലും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയായാലും അതുപോലുള്ള മഹാരഥന്മാർ, സുകുമാരൻ, ഇങ്ങനെയുള്ള പലരും കൊണ്ടുവന്ന ഒരു വലിയ പാരമ്പര്യം പേറിയാണ് മലയാള സമൂഹം അല്ലെങ്കിൽ കേരളീയ സമൂഹം ഈ നിലയിലേക്ക് ഉയർന്നത്. കേരളത്തിൻ്റെ പ്രബുദ്ധതയ്ക്ക്, കേരളം ഇന്ന് ആർജിച്ചിരിക്കുന്ന പ്രബുദ്ധതയ്ക്ക് ഈ ഒരു മാധ്യമ ശക്തി അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ പുലർത്തിപ്പോന്നിരുന്ന മാധ്യമങ്ങൾ ചെലുത്തിയിരുന്ന സ്വാധീനത്തിന് വളരെ നിർണായകമായ ഒരു പങ്കുണ്ട്. അത് അവഗണിച്ചുകൊണ്ട് നമ്മൾ കേരളത്തിലെ നവോത്ഥാനത്തെക്കുറിച്ചോ കേരളത്തിൻ്റെ പ്രബുദ്ധതയെക്കുറിച്ചോ നമ്മൾ സംസാരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കേരളം ഇന്ന് എന്തൊക്കെയൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു മാധ്യമങ്ങളുടെ ഒരു കയ്യൊപ്പും ഒക്കെ അതിലുണ്ട്. ഇന്ന് രാജ്യത്തെ തന്നെ ഏറ്റവും മാതൃകാപരമായ മാധ്യമ സംസ്കാരവും മാധ്യമ മേഖലയും നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അതിനകത്ത് തർക്കമൊന്നുമില്ല. അപ്പം ഞാൻ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകനാണ് എന്നതുകൊണ്ട് മാത്രം പറയുന്നതല്ല. നിങ്ങൾ പുറത്ത് എവിടെ പോയാലും, ഇനി ഇന്ത്യക്ക് വെളിയിൽ പോയാൽ പോലും കേരളത്തെ പോലെ നല്ല ഒരു മാധ്യമ സംവിധാനമുള്ള അല്ലെ മാധ്യമ പ്രവർത്തകരുള്ള രാഷ്ട്രീയക്കാരായിട്ടായാലും അല്ലെങ്കിൽ ജുഡീഷ്യറി ആയിട്ടായാലും അല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളുമായിട്ടും ബന്ധം പുലർത്തുക, ഇപ്പോൾ സന്യാസി ശ്രേഷ്ഠന്മാരായിട്ട്, സമുദായ സംഘടനാ നേതാക്കന്മാരായിട്ട്, ഇവരോടുമെല്ലാം ഒരുപോലെ ഇടപെട്ടുകൊണ്ട് വാർത്തകൾ സൃഷ്ടിക്കുകയും ആ വാർത്തകൾ കണ്ടെത്തുകയും ചെയ്യുന്ന മിടുക്ക് മലയാളികളെപ്പോലെ മറ്റ് രംഗത്തുള്ള മാധ്യമപ്രവർത്തകർ കൊണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. പക്ഷേ നമുക്ക് ഈ മാധ്യമങ്ങൾക്ക് പണ്ട് രാഷ്ട്രീയക്കാർക്കും ഒക്കെ അങ്ങനെ ഒരു പ്രിവിലേജ് കേരള സമൂഹം കൊടുത്തിരുന്നു. മാധ്യമങ്ങൾക്ക് വലിയ പ്രിവിലേജ് കൊടുത്തിരുന്നു. അതിന് കാരണം മാധ്യമങ്ങളിൽ വലിയൊരു വിശ്വാസ്യത ജനങ്ങൾക്കുണ്ടായിരുന്നു, പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളിൽ. നമുക്കറിയാം കേരളത്തിലെ എല്ലായിടത്തും 2 തരം മാധ്യമങ്ങളുണ്ട്. കേരളത്തിലുണ്ട്, മറ്റ് സ്ഥലങ്ങളിലൊക്കെ 2 തരം മാധ്യമങ്ങളാണുള്ളത്. ഒന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ, പിന്നെ സെക്ടേറിയൻ മാധ്യമങ്ങൾ, വിഭാഗീയ മാധ്യമങ്ങൾ. ഈ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ വലിയ വിശ്വാസ്യത ജനങ്ങൾക്കുണ്ട്. അവർ പറയുന്നത് സത്യമായിരിക്കും, അല്ലെങ്കിൽ അവർ ദേശീയതയ്ക്ക് വേണ്ടിയും സത്യത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും സ്ട്രോങ് ആയിട്ട് നിലപാടെടുക്കുന്ന മാധ്യമങ്ങളാണ്. അതിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് നിഷ്പക്ഷരായിരിക്കും എന്നൊരു ധാരണ
നമ്മുടെ സമൂഹത്തിനുണ്ട്. ആ ധാരണ അരക്കിട്ടുറപ്പിക്കാൻ ആദ്യകാലത്തൊക്കെയുള്ള ഈ മുഖ്യധാര മാധ്യമങ്ങൾക്കെല്ലാം കഴിഞ്ഞിരുന്നു, അല്ലെങ്കിൽ അതിൽ പ്രവർത്തിച്ചിരുന്ന മാധ്യമ പ്രവർത്തകർക്ക് കഴിഞ്ഞിരുന്നു. അവർ ആ കൊളുത്തിയ അവർ പുലർത്തിയ ആ ഒരു പാരമ്പര്യവും ആ ഒരു മികവുമാണ് നമ്മുടെ ഈ മുഖ്യധാരാ മാധ്യമങ്ങളിലുള്ള അമിത വിശ്വാസം, അല്ലെങ്കിൽ അതിനെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു രീതിയിലേക്ക് കേരളത്തിലെ വായനക്കാരെയും കേരളത്തിലെ സമൂഹത്തെയും കൊണ്ടുപോയത്. പക്ഷേ സെക്ടേറിയൻ മാധ്യമങ്ങളുണ്ട്, വിഭാഗീയമായ മാധ്യമങ്ങളുണ്ട്. ഇപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ മാധ്യമങ്ങളുണ്ട്, അല്ലെങ്കിൽ സമുദായങ്ങളുടെ മാധ്യമങ്ങളുണ്ട്. അവരൊക്കെ ആ സെക്ടേറിയൻ മാധ്യമമായിട്ട് നിൽക്കുമ്പം എങ്കിൽ പോലും അവർ വാർത്തകളിൽ ഒരു സത്യസന്ധത പുലർത്തിയിരുന്നു. അതുകൊണ്ട് അതിന് വായനക്കാരുണ്ടായിരുന്നു. അവരുടെ ആശയങ്ങളും ഐഡിയോളജിയും അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ഇന്നതായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ആ മാധ്യമങ്ങളെയും പിന്തുടരാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു വായനാശീലവും ഒരു വാർത്താശീലവും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നല്ലതായിട്ടുണ്ടായി. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് പല രീതിയിൽ അതിനൊക്കെ അപഭ്രംശം അല്ലെങ്കിൽ ഭ്രംശമുണ്ടായി. ആ ഒരു സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത്. അതിന് നമ്മൾ ആരെയാ കുറ്റം പറയേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ മറുപടിയില്ല. നമുക്കറിയാം, ഈ മുഖ്യധാര എന്ന് പറയുന്ന മാധ്യമങ്ങൾ നിലനിൽപ്പിന് വേണ്ടിയാണോ എന്തുകൊണ്ടാണോ എന്നറിഞ്ഞില്ല, പലപ്പോഴും അവർ പുലർത്തിയിരുന്ന പല പഥ്യങ്ങളും, പ്രത്യേകിച്ച് സത്യസന്ധത, ദേശീയതയോടുള്ള കമ്മിറ്റ്മെൻറ്റ്, അതൊക്കെ അങ്ങ് വിട്ടിട്ട് താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ സങ്കുചിതമായ താല്പര്യങ്ങളൊക്കെ ഉയർത്തിക്കാട്ടുന്നതിലേക്ക് പോയിട്ടുണ്ട്. ഇന്ത്യയുടെ മാധ്യമ ചരിത്രം നോക്കിയാൽ തന്നെ നമുക്കൊരു 3-4 ഘട്ടമായിട്ട് അതിനെ തിരിക്കാം. ഒന്ന്, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടം. അന്ന് മാധ്യമങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട മോട്ടോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അവരുടെ ഒരു ലക്ഷ്യം ഈ സ്വാതന്ത്ര്യ സമരമായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുക, സ്വാതന്ത്ര്യ സമരത്തിന് ഊർജം പകരാനുള്ള വാർത്തകൾ ഉണ്ടാക്കുക. അങ്ങനെ രീതിയിലായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്ന പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഏതാണ്ട് എല്ലാ ഭാഷാ മാധ്യമങ്ങളും ആ ഒരു ആംഗിളിലാണ് മാധ്യമപ്രവർത്തനം നടത്തിയിരുന്നത്. അന്നത്തെ മാധ്യമപ്രവർത്തകരെല്ലാം സ്വാതന്ത്ര്യ സമരമായിട്ട് മാനസികമായിട്ടെങ്കിലും അടുപ്പമുള്ളവരായിരുന്നു. അതിനുശേഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ മാധ്യമപ്രവർത്തനം അത് വേറൊരു ദിശയിലേക്ക് പോയി. അത് സർക്കാരുകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കുക, അല്ലെങ്കിൽ വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പ്രസൻറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയി. പിന്നെ അടിയന്തരാവസ്ഥയോടുകൂടി ആ ഒരു ഒഴുക്ക് നഷ്ടപ്പെട്ടു. പിന്നെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഒരു മാധ്യമപ്രവർത്തന ചരിത്രം, അത് 3-ാം ഘട്ടമാണ്. അതിൻ്റെ അകത്ത് ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്, കോംപ്രമൈസുകൾ ഒത്തിരി വന്ന ഒരു കാലഘട്ടമാണ്. അവസാനം ഇപ്പം 4-ാം ഘട്ടം നമ്മുടെ ആഗോളവൽക്കരണത്തിൻ്റെ കാലഘട്ടത്തിലാണ്. എല്ലാവരും പറയുന്ന പോലെ അപകടകരമായ രീതിയിലുള്ള ഒരു മാധ്യമ ലോകം നമുക്ക് യൂട്യൂബ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മൾ മാധ്യമങ്ങളെയോ അല്ലെ മാധ്യമ പ്രസ്ഥാനങ്ങളെയോ സംവിധാനങ്ങളെയോ അടച്ചൊന്നും ആക്ഷേപിച്ചിട്ട് കാര്യമൊന്നുമില്ല. മാധ്യമങ്ങൾ തന്നെയാണ് ഇന്നും നമ്മുടെ സമൂഹത്തിൻ്റെ കണ്ണാടിയായിട്ട്, അല്ലെ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളിലും ഒക്കെ ജനങ്ങൾക്ക് പ്രശ്നങ്ങളെക്കുറിച്ചും അതുപോലെ നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വേണ്ട കാര്യങ്ങളും അതുപോലെ സമൂഹത്തിനൊരു കാഴ്ചപ്പാട് നല്ല രീതിയിൽ കൊടുക്കുന്നത് ഇന്നും മാധ്യമങ്ങൾ തന്നെയാണ്. മറ്റുള്ളൊരു ഏജൻസികളോ അല്ലെങ്കിൽ ഒരു സംവിധാനമോ അല്ല. ഇന്നും പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചോളം അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല രീതിയിൽ ജനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കുന്നത് മാധ്യമങ്ങളാണ്. ആ മാധ്യമ സംവിധാനം നിലനിർത്തേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ളത് ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്ക് തന്നെയാണ്. ഈ മാധ്യമ മേഖലയെ കുറ്റം പറയാൻ എല്ലാവർക്കും സാധിക്കും. അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. ഈ മാധ്യമപ്രവർത്തകർ തന്നെയാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി വല്ലതും ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം, അത് പറഞ്ഞ് ഞാൻ നിർത്താം. കാരണം ഞാനിപ്പം എന്നെ പരിചയപ്പെടുത്തിയും പറഞ്ഞു, ഞാൻ ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. ഞാനവിടെ ജോയിൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ വിവാദം, നമ്മുടെ ഒരു പരിപാടിയിൽ ഭാരതമാതാവിൻ്റെ ചിത്രം വെച്ചൊരു വിവാദം. അത് ഇപ്പോഴത്തെ ഗവർണർക്ക് താല്പര്യമുള്ള വിഷയമാണ്. അദ്ദേഹം മനസ്സിൽ ഭാരതമാതാവിനെ മറ്റെല്ലാത്തിനേക്കാളും വലിപ്പത്തിൽ കാണുന്നു. ഭാരതമാതാവാണ് അദ്ദേഹം പൂജിക്കുന്നത്. അതുകൊണ്ട് രാജ്ഭവനിൽ നടത്തുന്ന പരിപാടിക്കൊക്കെ ആ ഒരു ഭാരതമാതാവിൻ്റെ ചിത്രം ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ചിത്രം വെക്കുന്ന പോലെ അദ്ദേഹം വെക്കുന്ന ഒരു പതിവാണ്. അത് കുറച്ച് നാളായിട്ട് വെക്കുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ അതൊരു വലിയ വാർത്തയായി, പത്രങ്ങളെല്ലാം വലിയ രീതിയിൽ അത് പ്രചരിപ്പിച്ചു. അപ്പോൾ ഞാൻ മാധ്യമപ്രവർത്തകനും കൂടി ആയതുകൊണ്ട് ഞാൻ നമ്മുടെ പത്രസുഹൃത്തുക്കളോടൊക്കെ അതിൻ്റെ കാരണമൊക്കെ പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ ആരും യാഥാർത്ഥ്യം റിപ്പോർട്ട് ചെയ്തില്ല. ഇത് കുറച്ച് നാളായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഇന്നല്ല വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആരും. പക്ഷേ അവിടെ ഒരു രാഷ്ട്രീയമോ എന്തൊക്കെയോ വന്നു. പക്ഷേ അതേ സമയത്ത് ഇതേ ഗവർണർ ഇതേ രാജ്ഭവനിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ വലിയ പ്രതിമ, അദ്ദേഹം ജനങ്ങളെ കാണുന്ന
ഇരിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് അദ്ദേഹത്തിന് അഭിമുഖമായിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഇതുപോലത്തെയുള്ള വെങ്കല പ്രതിമ വെച്ചു. ആ ഹാളിൻ്റെ പ്രധാന വേദിയിൽ അങ്ങോട്ട് കയറി ചെല്ലുന്നിടത്ത് ശ്രീനാരായണ ഗുരുദേവൻ്റെ വലിയ ചിത്രം വെച്ചു. ഇത് രണ്ടും ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ അത് വെക്കുന്നതിൻ്റെ അത് പബ്ലിക് അറിയേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടതിനെ ഞാൻ മീഡിയയ്ക്കെല്ലാം കൊടുത്തു. നിർഭാഗ്യവശാൽ കേരളകൗമുദിയും ജന്മഭൂമി ഒഴി ഒരു മാധ്യമവും ഒരു മുഖ്യധാരാ മാധ്യമവും ആ വാർത്ത കൊടുത്തില്ല. പക്ഷേ അതേ സമയത്ത് ഈ ഭാരത് മാതാവിൻ്റെ ഈ ഒരു വിവാദം ദിവസങ്ങളോളം ആവർത്തിച്ച് വിവാദമാക്കിക്കൊണ്ടിരുന്നു. ഇങ്ങനെ ഇതാണ് നമ്മുടെ ഒരു ഇപ്പോഴത്തെ മാധ്യമ മേഖലയുടെ ഒരു പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങൾക്ക് വേണ്ടത് എന്താണ്, അല്ല ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട വിഷയം എന്താണെന്ന് പലപ്പോഴും ഈ മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കുന്നുണ്ടോ എന്നൊരു സംശയം ഞാനും ഒരു മാധ്യമപ്രവർത്തകനാണ് എന്ന സംശയം എനിക്കുണ്ട്. ഇപ്പം ഉടനെ തന്നെ അവിടെ ഇതേ രാജ്ഭവനിൽ അംബേദ്കറുടെ വലിയൊരു ചിത്രം വെക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ ചിലപ്പോൾ വാർത്തയാക്കത്തില്ല. ഈ ഒരു അവസ്ഥ മാറിയിട്ട് വാർത്തകളായിട്ടും അതുപോലെ തന്നെ വിശകലനങ്ങളും അതുപോലുള്ള തർക്കങ്ങളും ഒക്കെ അങ്ങനെയും കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ നേരത്തെ നമുക്കെല്ലാം അഭിമാനകരമായ ഒരു പാരമ്പര്യമുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്ക് മാതൃകയായ ഒരു മാധ്യമ സംസ്കാരം നമുക്കുണ്ട് എന്ന ഒരു ഉണ്ട് എന്നത് നമുക്ക് വീണ്ടും ആവർത്തിച്ച് പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നമസ്കാരം.